ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് തുടങ്ങി അത്യാവശ്യം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഇടയ്ക്ക് വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. ബ്രേക്ക് ലൈനറൊക്കെ ഓൾറെഡി കമ്പനി ലൈനറൊക്കെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്, കട്ടയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് തുടച്ച് ക്ലീനാക്കി ഇടാം, റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ക്ലച്ച് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അത് അടങ്ങുന്ന യൂണിറ്റാണിത്. നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോഴും ഓക്കെ, നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ്. CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു ഭാഗമാണത്. അത് ചെക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ പെർഫോമൻസ് ആയാലും വർക്കിംഗ് ആയാലും ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് അത്ര ഗുണകരമല്ല. കാരണം കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്, ഇതുവരെ നമ്മൾ മാറ്റിയിട്ടില്ല. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്, പൊട്ടി കട്ടകളൊക്കെ ഇങ്ങനെ വിണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു 30,000 കിലോമീറ്ററിൽ എന്തായാലും മാറ്റണം. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെയാണ് പൊട്ടലൊക്കെ വന്നു തുടങ്ങിയേക്കുന്നത്. അപ്പോൾ മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ. നമ്മളത് ഈ പൊട്ടലൊക്കെ നല്ല രീതിയിലുണ്ട്. കാരണം വെച്ചാൽ ഇത് അടുത്ത സർവീസ് വരെ കിടക്കുമോ എന്നുള്ളൊരു കേസ് സംശയമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കട്ട പൊളിഞ്ഞു പോകുന്ന ഭാഗ്യത്തെ പെട്ടെന്നാണ് പൊളിഞ്ഞു പോകും, നമ്മൾ വഴിയിൽ പെട്ടുപോകും, ഓട്ടത്തിൽ തന്നെ വഴിയിൽ പെട്ടുപോകുന്നൊരു സിറ്റുവേഷൻ വരും. അത് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് കൂട്ടത്തിക്കൂടെ നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ കാർബറേറ്ററിൻ്റെ ഭാഗം ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നാൽ പോലും വണ്ടി ഈ സ്ലോ സ്പീഡിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മൾ കാർബറേറ്ററും കൂടി അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. തന്നെയല്ല നമുക്ക് പൊല്യൂഷനും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലഗിനകത്ത് നോക്കുമ്പോൾ കാർബൺ ഇച്ചിരി കൂടുതൽ കണ്ടതുകൊണ്ടും കൂടിയാണ് നമ്മൾ കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ച് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അഴിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ഇവിടെ ഒരു പൗഡർ കണക്കെ ഈ പെട്രോളിൽ വരുന്ന അഴുക്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വന്നിട്ട് ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ ഈ ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. അതേപോലെ ഫ്രണ്ട് ടയർ നമ്മൾ മാറ്റണ ദിവസം പറഞ്ഞിട്ടുണ്ട്. ടയർ ഫുള്ള് തീർന്നേനാണ്. നമുക്ക് സെയിം ടയർ ഇതേപോലെ തന്നെ കമ്പനി വരുന്ന മോഡൽ ടയർ തന്നെ MRFൻ്റെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാറ്ററി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് കഷ്ടിയുള്ളൂ കേട്ടോ. 12.25 റേഞ്ചിലാണ് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഇതിനകത്ത് ബാറ്ററി ലോ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും ബാറ്ററി ലോ ആയിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട്. പരമാവധി ഉപയോഗിക്കുക. ബാറ്ററി ഡെഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മാറ്റിക്കളയാം. അപ്പോൾ ഒന്ന് തൽക്കാലം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റാം. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് കയറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിക്കൂടെ മാറ്റി വിടുന്നുണ്ട്. ഓയിൽ മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിക്കൂടെ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് ഇതുമേന്ന് ചാടിപ്പോയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ റബ്ബർ ടൈപ്പ് ഫ്ലാപ്പാണ്, അത് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം നമ്മുടെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ ചെളി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്നുകൊണ്ട് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഈ ബോഡി അഴിച്ചിട്ട് എൻജിൻ റൂം കൂടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെളി കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്ലാപ്പ് കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഇതേപോലെയൊക്കെ നമുക്ക് വല്ലപ്പോഴേക്കൊക്കെ അഴിക്കേണ്ടി വരാറുള്ളൂ. കാരണം സർവീസിൽ വരുമ്പോൾ മാത്രമാണ് അഴിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് പുറമേക്കട ബോഡി കഴുകി പോകുന്നല്ലാണ്ട് ഉള്ളിലത്തെ അവസ്ഥയൊന്നും നമുക്ക് അറിയില്ല, നമ്മളത് ചെയ്യില്ല. കൂട്ടത്തിക്കടെ അതുകൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് പറയുന്നത്. അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ടയർ തീർന്ന കാരണം നമുക്ക് ടയർ കൂടി മാറ്റണം. പിന്നെ ബെൽറ്റ് അതിനകത്ത് ഇരിക്കുന്ന ദിവസം ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടത്തിക്കടെ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ എൻജിൻ്റെ ഭാഗം അടക്കം മൊത്തത്തിൽ അഴിച്ചുള്ള വാട്ടർ സർവീസ് ശരിക്കും പറഞ്ഞാൽ മറ്റേപാട് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപയും 100 രൂപയും കൂടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നീറ്റായിട്ട് കഴുകി തരും. നമ്മുടെ അടുത്ത് വാഷിംഗ് ഇല്ല, പുറമെയാണ് ചെയ്യണത്. അപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാം നമുക്ക്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ അത് കൂടി ഉൾപ്പെടുത്തി അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.